കോന്നി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്നും കാട്ടുപോത്ത് വന്നു. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്ത് കാട് കയറിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ 24-ന്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൂടെയാണ് ഈ കാട്ടുപോത്ത് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസവും വന്നിരുന്നു. വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ. ജയശങ്കർ, ഈ കാട്ടുപോത്ത് തനിച്ച് കാട്ടിലേക്ക് മടങ്ങിപ്പോയതാണോ അതോ കാട് കയറ്റി വിട്ടതാണോ? ഈ കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സ്ഥിരം കാട്ടുപോത്ത് ഇറങ്ങുന്ന ഒരു സ്ഥലമായി ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇന്ന് 7 മണിയോട് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന കാട്ടുപോത്ത് അവിടെ എത്തിയത്. അത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലും ഒപ്പം അതിന് മുന്നിലുള്ള റോഡിലൂടെയൊക്കെ ഏറെ നേരം സഞ്ചരിച്ചു. ചെറിയ പരിഭ്രാന്തിയൊക്കെ ആളുകൾ സൃഷ്ടിച്ചു. ഈ സ്വകാര്യ ബസ്സൊക്കെ ഈ കാട്ടുപോത്ത് വന്നതിനെ തുടർന്ന് അവിടെ നിർത്തിയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ കാട്ടുപോത്തുകൾ ഇറങ്ങിയിരുന്നു. ഈ കാട്ടുപോത്ത് നിരന്തരം ഇറങ്ങുമ്പോഴും അതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പിനാകുന്നില്ല എന്നൊരു ആക്ഷേപം ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഉണ്ട്. എന്തായാലും നിരന്തരം കാട്ടുപോത്ത് ഇറങ്ങുന്നുണ്ടെങ്കിലും മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ സൃഷ്ടിച്ചില്ല. കാട്ടുപോത്ത് ഇറങ്ങി അവിടുന്ന് പുല്ലും മറ്റും കഴിച്ച് തന്നെ കാട് കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വനത്തോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരത്തിൽ വനത്തിനുള്ളിൽ പുല്ലും മറ്റും തീരുമ്പോൾ ഇത്തരം കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികൾ നേരെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം ഇത് നിലവിൽ അപകടമൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം മൃഗങ്ങൾ നിരന്തരം ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ അത് വലിയ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഇന്ന് ഇറങ്ങിയ കാട്ടുപോത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിശാലമായി ഓടി പുല്ലൊക്കെ കഴിച്ച് തിരിച്ച് കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് സ്കാൻ നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു ജയശങ്കർ. എന്തായാലും കോന്നി മെഡിക്കൽ കോളേജിൽ കാട്ടുപോത്ത് ഇറങ്ങുന്നത് അത്ര അപൂർവ സംഭവം അല്ലാതായിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ തന്നെ ഈ കാട്ടുപോത്ത് പരിഭ്രാന്തി പരത്തുന്നുണ്ട്.